എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാഗേന്ദ്രന് ജലജയെ നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ ബാങ്കിലെ ഒരാളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ജലജ ബാങ്കിൽ വന്നായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങേര് പറയുന്നുണ്ട് ബാങ്കിൽ വന്നായിരുന്നു, വന്നത് സ്വർണം വെക്കാനാണ്. ലോക്കർ തുറന്നതിന് ശേഷം എൻ്റെ അടുത്ത് വന്നായിരുന്നു. അന്നേരം സ്വർണം എടുക്കാനാണോ വെക്കാനാണോ എന്ന് ചോദിച്ചപ്പം സ്വർണം വെക്കാനാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് അങ്ങേര് പറയുന്നു. അന്നേരം നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ട് അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ജലജ മാത്രം വന്നപ്പം ലോക്കർ തുറന്നു കൊടുത്തത് എന്ന്. അന്നേരം അങ്ങേര് പറയും, നിങ്ങളെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളെ അറിയാം, ഞങ്ങളുടെ ബെസ്റ്റ് കസ്റ്റമേഴ്സാണ് നിങ്ങൾ, അതുകൊണ്ട് തന്നെ നിങ്ങളെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് താങ്കളുടെ ഭാര്യ വന്നപ്പോൾ ലോക്കർ തുറന്നു കൊടുത്തത്. ഇതിപ്പോൾ സാറ് വന്നാലും ഞങ്ങൾ അതൊക്കെ ചെയ്തേനെ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയും, കുഴപ്പമില്ല, സാരമില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ അറിഞ്ഞു, ഇനി പ്രശ്നമില്ല എന്ന് പറയുന്നു. ഈ സമയം അനന്തപുരിയിൽ ജലജയ്ക്ക് ഭയങ്കര ടെൻഷനാട്ടോ. ജലജയാണ് ഇതിനകത്ത് കള്ളത്തരം കാണിച്ചത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് നിൽപ്പുണ്ട്. അങ്ങോട്ടേക്ക് അന്നേരം നാഗേന്ദ്രൻ വരുന്നു. എന്നിട്ട് നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആ നെക്ലേസിനെ കുറിച്ച് നിനക്കൊന്നും അറിയാൻ പാടില്ല എന്നല്ലേ നീ പറഞ്ഞത്, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ നാഗേട്ട, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറയും. അന്നേരം അങ്ങനെ എൻ്റെ അടുത്ത് നുണ പറയാൻ നിൽക്കണ്ട, നിനക്ക് സ്വർണ്ണത്തോടുള്ള അത്യാർത്തി എന്തോരം ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ നീ അല്ലേ ആ സ്വർണ്ണം അവിടുന്ന് മാറ്റിയത്, എന്നിട്ട് നീ നിൻ്റെ ലോക്കറിൽ കൊണ്ടുവച്ചിട്ടില്ലേ അത് എന്ന് ചോദിക്കുമ്പം ജലജ ആദ്യമില്ല എന്ന് പറയും. അന്നേരം കാരണം തീർത്തോർണം കൊടുക്കും. എന്നിട്ട് പറയുവാണ്, നീയാണ് സ്വർണ്ണം എടുത്തത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, കാരണം ഞാൻ ബാങ്കിൽ വിളിച്ച് അന്വേഷിച്ചിട്ടാണ് വരുന്നത്, അതുകൊണ്ട് നമുക്കത് തെളിയിക്കണം, നീ എൻ്റെ കൂടെ ഇപ്പം തന്നെ ലോക്കർ തുറക്കാനായിട്ട് ബാങ്കിലേക്ക് വരണം എന്ന് പറയുവാണ്. അന്നേരം ജലജ സമ്മതിക്കത്തില്ലേ. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഒരു നിമിഷം പാഴാക്കാനില്ല എനിക്ക്, കാരണം പിന്നീട് ഒരിക്കലാകട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടുന്ന് ആ നെക്ലേസ് മാറ്റും, അതുകൊണ്ട് എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനോട് ഇതെല്ലാം ഞാനിപ്പോൾ തന്നെ വിളിച്ച് പറയും എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ ആകെ വിഷമത്തിലാകും. ജലജ അന്തിക്ക്, എൻ്റെ നാഗേട്ട എന്നോട് ക്ഷമിക്കണം, സ്വർണ്ണത്തോട് എനിക്കുള്ള ആഗ്രഹം നാഗേട്ടന് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ആ നെക്ലേസ് എന്നെ കൊണ്ട് കാണിച്ചത്, അതുമല്ല ആ നെക്ലേസ് നമ്മുടെ ഷെൽഫിൽ തന്നെ എന്തിനാണ് വെച്ചത്, അത് എനിക്ക് വേണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നിയോണ്ട് ഞാനാണത് മാറ്റിയത് എന്ന് പറയുന്നു. ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് അത് മാറ്റിയിട്ട് അതിന് പകരം എങ്ങനെയാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട്, ജലജ ഇതുകൊണ്ട് ഇവരുടെ ജ്വല്ലറി തന്നെ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് കാണിച്ചു, എന്നിട്ട് അങ്ങേരോട് പറഞ്ഞു അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരാൻ. മായം ചേർത്ത സ്വർണവും കല്ലുകളും ഒക്കെ വെച്ച് അയാൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒറിജിനൽ മാറ്റി ലോക്കറിലേക്കും വെച്ചത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നാഗേന്ദ്രൻ്റെ കാല് പിടിക്കുവാണ്, ഇത് അച്ഛനോട് പറയരുത് എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയും, പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ പേരിൽ എന്നെ അവിശ്വസിച്ചേക്കുവാണ് നിൻ്റെ അച്ഛൻ, ഇവിടുത്തെ സ്വന്തം മക്കളെക്കാളേറെ എന്നെ വിശ്വസിച്ചിരുന്ന അങ്കിള് എന്നെ അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുവാണ്, എങ്കിൽ നാഗേട്ടൻ ഒരു കാര്യം ചെയ്യാവോ, ഇത് എനിക്ക് വേണ്ടി നാഗേട്ടൻ ചെയ്തതാണ് എന്ന് പറയാവോ, അല്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തും, അച്ഛൻ എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും, ഞാൻ ഇവിടുത്തെ ദത്തുപുത്രിയാണ് എന്ന് നാഗേട്ടൻ അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കത്തൊന്നുമില്ല, ചിലപ്പം ശിക്ഷിക്കുമായിരിക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം ജലജ സമ്മതിക്കത്തില്ല. ഇല്ല, ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ എന്നെ തല്ലും, അതുമാത്രമല്ല ഇതിൻ്റെ പേരിൽ എല്ലാവരോടും മറുപടി പറയാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുവാണ്. അന്നേരം ഒരിച്ചിരി സഹതാപമൊക്കെ തോന്നുന്നുണ്ട് നാഗേന്ദ്രന്. അതുകൊണ്ട് നാഗേന്ദ്രൻ പറയുവാണ്, ഞാനൊരു മാർഗം കണ്ടോളാം, പക്ഷേ ഇതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന്. അന്നേരം ജലജ പറയും, ഉറപ്പായിട്ടും നാഗേട്ടൻ്റെ കൂടെ തന്നെയാണ് ഞാൻ എന്ന് പറയുവാണ്. അന്നേരം നാഗേന്ദ്രൻ പറയും, നോക്കട്ടെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം, എന്തൊക്കെയാണെങ്കിലും നീ കാണിച്ചത് വളരെ വിഡിത്തമായി പോയി, നിനക്കറിയാവുന്ന കാര്യമല്ലേ ആ സ്വർണം ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത് പിടിക്കപ്പെടുമെന്ന്, കാരണം കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ കളറ് പോകില്ലേ, അല്ലെങ്കിൽ തന്നെ അത് വിറ്റു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തില്ലേ, അതൊക്കെ നിനക്ക് ചിന്തിക്കാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജലജ പറയുന്നത്, ഇത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന റെയർ പീസ് ആയതുകൊണ്ട് വിൽക്കില്ല എന്നും ജ്വല്ലറിയിൽ ഒരു എക്സിബിഷൻ എന്ന പോലെ എല്ലാവർക്കും കാണാൻ പാകത്തിന് അവിടെ വെക്കത്തേ ഉള്ളൂ എന്നാണ് കരുതിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ജലജയും പറയുന്നുണ്ടായിരുന്നേ. ഏതായാലും ഞാൻ എന്തെങ്കിലും പരിഹാരം കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് നാഗേന്ദ്രൻ അവിടെ നിന്ന് പോരുന്നത്. നാഗേന്ദ്രൻ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മുത്തശ്ശനാണ് ആകെ ദേഷ്യത്തിലിരിക്കുവാണല്ലോ. നാഗേന്ദ്രൻ കയറി ചെല്ലുമ്പം മുത്തശ്ശൻ പറയുന്നത് ഇങ്ങനെയാട്ടോ, എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്, എൻ്റെ മക്കളെക്കാൾ ഏറെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ സ്വർണ്ണത്തോട് അത്യാർത്തി ഇല്ലാത്തവനാണെന്നും എനിക്കറിയാം, ഇതിൻ്റെ പേരിൽ എന്താണ് നടന്നത് എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി, നീ എങ്ങനെയാണ് ചതിക്കപ്പെട്ടത് എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി, ആ ഒരു കാര്യം അറിയാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് നീ കണ്ടുപിടിച്ചോ, നിനക്ക് ചതി പറ്റിയ സ്ഥലം എവിടെയാണെന്ന് നീ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമോ മുത്തശ്ശൻ.
അന്നേരം നാഗേന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് പറയുവാണ്, അങ്കിളെ എനിക്കൊരു അബദ്ധം പറ്റി, എന്നോട് ക്ഷമിക്കണമെന്ന്. അന്നേരം നിനക്ക് എന്ത് അബദ്ധം പറ്റിയെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ആ നെക്ലേസ് കൊണ്ട് ജലജയെ കാണിച്ചപ്പോൾ തൊട്ട് അവൾക്കത് വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാനാണ് ആ നെക്ലേസ് മാറ്റിയത്. അത് അവൾക്ക് കൊടുത്തിട്ട് ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഇവിടെ കൊണ്ട് വെക്കുമായിരുന്നു എന്ന് പറയും. അപ്പോഴത്തേക്കും മുത്തശ്ശന് ഭയങ്കര ദേഷ്യമാവുകയെ, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടാ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ ആ സ്വർണം വിൽക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. എക്സിബിഷൻ കഴിഞ്ഞ് എല്ലാവർക്കും കാണാനായിട്ട് അത് നമ്മുടെ കമ്പനി തന്നെ, ജ്വല്ലറി തന്നെ വെക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞാനത് എക്സിബിഷന് കൊണ്ടുവച്ചത്. പക്ഷേ അതിനൊരു മോഹവില തന്ന ഒരാൾ മേടിക്കാൻ തയ്യാറായപ്പോൾ വിറ്റുപോയതാണ് എന്ന് പറയുവേ. അപ്പോൾ മുത്തശ്ശന് ഭയങ്കര ദേഷ്യമാവും. മുത്തശ്ശൻ എഴുന്നേറ്റ് ഒരടിയൊക്കെ വെച്ച് കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നീ ഈ ജ്വല്ലറി കാല് കുത്തരുത്. ചതിയന്മാർക്ക് ഞാൻ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് നീ കണ്ടിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇനി നീ ഈ ജ്വല്ലറിയുടെ പടി ചവിട്ടിയേക്കരുത് എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും ആകെ വിഷമിച്ച് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഈ ഒരു പ്രാവശ്യത്തേക്ക് അങ്കിൾ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ. പക്ഷേ മുത്തശ്ശൻ സമ്മതിക്കത്തില്ല. മുത്തശ്ശൻ പറയും, തെറ്റ് ചെയ്തവർക്ക് എൻ്റെ നിഘണ്ടുവിൽ ഒരേ ഒരു ശിക്ഷയുള്ളൂ, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കോളറിനെ പിടിച്ച് വലിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോഴും മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ നെക്ലേസ് കണ്ടിട്ട് വസുന്ധരയ്ക്ക് പോലും ആഗ്രഹം തോന്നിയതാണ്, അവൾക്ക് കൊടുത്താലോ എന്ന് പോലും ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അതിന് അത്രയും വില തന്ന ഫൈസൽ എടുത്തതുകൊണ്ട് മാത്രം ഇവിടുന്ന് വിറ്റുപോയത്. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ, എന്നിട്ടാണ് നീ ഇത്രയും വലിയ കളത്തരം കാണിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ഏതായാലും നാഗേന്ദ്രനെയും കൊണ്ട് മുത്തശ്ശൻ നേരെ ജ്വല്ലറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് എല്ലാവരുടെയും മുമ്പിലിട്ടൊരു തല്ലു കൊടുക്കും. എന്നിട്ട് പറയുവാണ്, ഞാൻ എന്തിനാ തല്ലിയതെന്ന് നിങ്ങൾ ചോദിക്കുക, ഞാൻ പറയാമെന്ന്. അന്നേരം അവർ ചോദിക്കും, എന്താ സംഭവം എന്ന് ചോദിക്കും. ജയനും അജയനും ഒക്കെ അവിടെ ഉണ്ട്. അന്നേരമാണ് മുത്തശ്ശൻ പറയുന്നത്, ഇവനാണ് ആ നെക്ലേസ് മാറ്റിയത്, ഇവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇവൻ അത് മാറ്റി നമ്മളെ ചതിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും നാഗേന്ദ്രനെതിരെ തിരിയും. ജയനും അജയനും ഒക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ആ നെക്ലേസ് കണ്ടിട്ട് ഏട്ടത്തിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒക്കെ ഇഷ്ടം തോന്നിയതാണ്, എന്നിട്ട് ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. പിന്നെ ജലജയ്ക്ക് പണ്ടേ സ്വർണ്ണത്തോട് അത്യാർത്ഥി ഉണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലായിരുന്നോ, നീ പിന്നെ എന്തിനിതിന് കൂട്ടുനിന്നു എന്നൊക്കെ ചോദിക്കുന്നു. അതുപോലെ ജയൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് അതിനോട് ആഗ്രഹം തോന്നിയിട്ട് പോലും അച്ഛൻ കൊടുത്തില്ല, അതിനിടയ്ക്ക് നീ ഇങ്ങനെ ചെയ്താൽ സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരിക്കൽ ചതിച്ചവൻ വീണ്ടും ചതിക്കും, അതുകൊണ്ട് ഇനി ഇവൻ ഈ ജ്വല്ലറി കാണുകയില്ല, ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നു. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാണ് നാഗേന്ദ്രൻ. ഈ ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, പറ്റില്ല, ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, ഇനി നീ മൂർത്തി ജ്വല്ലറിയും അനന്തപുരി തറവാടും മറന്നേക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കുറേ ചീത്ത പറഞ്ഞ് നാഗേന്ദ്രൻ അവിടുന്ന് ഇറക്കി വിടുന്നു. നാഗേന്ദ്രൻ ആകെ വിഷമിച്ചാണ് അവിടുന്ന് പോരുന്നത്. ഇത്രയും കഥ കേട്ട് കഴിയുമ്പോഴത്തേക്കും ആദർശന് ഒരിത്തിരി വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, സത്യാവസ്ഥ ഒരിക്കലും മൂർത്തി സാറ അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പം ആ ഒരു സാഹചര്യത്തിൽ സാറിനോട് പറയാൻ പറ്റുമോ ഇല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, സത്യാവസ്ഥ മുത്തശ്ശൻ അറിയാത്തിടത്തോളം കാലം അങ്ങേർക്ക് രക്ഷയില്ല എന്ന്. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി കഥ പറയുന്നു. നാഗേന്ദ്രൻ വീട്ടിലോട്ടാട്ടോ പോരുന്നത്. അപ്പോൾ വീട്ടിൽ എന്നത്തെയും പോലെ തന്നെ ഒരു കുടുംബസഭ തന്നെ കൂടിയിട്ടുണ്ട് നാഗേന്ദ്രൻ ഇറക്കി വിടാൻ വേണ്ടി. നാഗേന്ദ്രൻ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നു. കൂടെ ജലജയുണ്ട്. ഇറങ്ങി വന്നതിന് ശേഷവും നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഈ ഒരു തവണത്തേക്ക് കൂടി എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, ഒരിക്കലുമില്ല, നിന്നോട് ഇനി ക്ഷമിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഒരിക്കൽ ചതിച്ചവൻ വീണ്ടും ചതിക്കുമെന്നത് ഒരു സത്യമാണ് എന്നിങ്ങനെ പറയുന്നു. എന്തായാലും ആകെ വിഷമിച്ച് നിൽക്കുന്നു. ജയനും അജയനും മുത്തശ്ശിയും അതുപോലെ ദേവയാനി പോലും കുറേ ചീത്ത പറയുന്നുണ്ട്. സ്വർണം കട്ടെടുത്തിട്ട് ഇനി ന്യായീകരിക്കാൻ നിൽക്കുന്നോ, ഇറങ്ങിപ്പൊയ്ക്കോണം എന്നൊക്കെ ദേവയാനി വരെ പറയുന്നുണ്ട്. ഏതായാലും ആകെ വിഷമിച്ച് പോകാൻ തുടങ്ങുന്ന നാഗേന്ദ്രൻ ജലജയോട് പറയും, നമുക്ക് ഇറങ്ങാമെന്ന്. അന്നേരെ ജലജ പ്ലേറ്റ് തിരിക്കും. അതിന് ഞാൻ എന്തിനാണ് നിങ്ങളുടെ കൂടെ വരുന്നത്? ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് കഷ്ടപ്പെടാൻ തയ്യാറല്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, അല്ലാതെ ഞാനല്ല ഇറങ്ങി വരേണ്ടത്, ഞാൻ വരുത്തുമില്ല എന്ന് പറയും. അന്നേരം ആഹാ, നിനക്ക് ചെറിയ ബുദ്ധിയൊന്നും അല്ലല്ലോ, നീ അപ്പോൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നിങ്ങൾ എന്നെ ഈ പറയുന്നത് എന്നാണ് ജലജ ചോദിക്കുന്നത്. ഏതായാലും നാഗേന്ദ്രൻ അപ്പോൾ തന്നെ മുത്തച്ഛനോട് പറയുവാണ്, ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അപ്പോൾ മുത്തച്ഛൻ്റെ സ്വഭാവം അങ്ങനെയല്ലോ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെന്ത് പറയാൻ വന്നാലും എനിക്കൊന്നും കേൾക്കണ്ട, ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയും. അങ്ങനെ നാഗേന്ദ്രനോടും പറയുവാണ്, എനിക്കിനി ഒന്നും കേൾക്കണ്ട, നീ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കണ്ട, ഇറങ്ങി പോകാൻ പറയുന്നു. ആകെ വിഷമിച്ച് നാഗേന്ദ്രൻ നിൽക്കുവാണ്. അന്നേരം ജയനും അജയനും ഒക്കെ പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ തല്ലുകൊണ്ടിട്ടേ പോവുള്ളൂ എന്ന്. അന്നേരം വേറെ നിവൃത്തിയില്ലാതെ വിഷമിച്ച് അവിടെ നിന്ന് നാഗേന്ദ്രൻ ഇറങ്ങിപ്പോരുവാണ്. ഇറങ്ങിപ്പോരുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് ജലജേനെ. അന്നേരം ജലജ മുഖം കൊടുക്കാതെ മുഖം അപ്പുറത്തേക്ക് ഇങ്ങനെ മാറ്റി അങ്ങേ സൈഡിലൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ വിഷമിച്ച് ഇറങ്ങിപ്പോരുന്ന നാഗേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.